കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. പാപവഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ, അവൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവൻ മറ്റുള്ളവരുടെ കൂടെ നാശത്തിന് കാരണമാകും. മറ്റുള്ളവരുടെ കൂടെ സമാധാനം നശിപ്പിക്കും. അവൻ പാർക്കുന്നിടം, പ്രവർത്തിക്കുന്നിടം, അവിടെ അവൻ നാശം വിതയ്ക്കും. യോനയുടെ കഥ തന്നെ, ഈ സംഭവം തന്നെ നമ്മൾ പഠിപ്പിക്കുകയല്ലേ. ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ, നിർദോഷികളായ ആളുകൾ, ഇവൻ ഒരുത്തൻ മുഖാന്തരം അവിടെ ആ കപ്പൽ നശിക്കാൻ പോകുന്നു, അവരുടെ ജീവിതം നഷ്ടപ്പെടാനായിട്ട് പോകുന്നു. ഇതെല്ലാം സംഭവിക്കുകയാണ് അവിടെ. അവൻ്റെ പാപം നിമിത്തം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരനുഭവം. ഇത് ഞാൻ വീണ്ടും ആ മലമ്പുഴയിലെ ആ കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ കൊച്ചു മാത്രമാണോ അതിനനുഭവിച്ചത്? കേരളത്തിലെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും അവൻ്റെ അമ്മ കുടിച്ച കണ്ണുനീര്. ഇന്നലത്തെ പത്രത്തിൽ കണ്ടത് 75 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവായി എന്ന് പറഞ്ഞത് ആ രക്ഷാപ്രവർത്തനത്തിന്. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മനുഷ്യൻ്റെ പാപജീവിതം. പാപത്തിൽ ജീവിക്കുന്നവൻ ജീവിക്കുന്ന കുടുംബമോ, അവൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളോ, അവനായിരിക്കുന്ന സമൂഹമോ, അവിടെയെല്ലാം മറ്റുള്ളവർക്കും അവൻ നാശം വിധിക്കാൻ മുഖാന്തരമായി തീരും. ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പായുടെ അദ്ദേഹത്തിൻ്റെ എവാഞ്ചലിയും വീറ്റേ എന്ന് പറയുന്ന, ദി ഗോസ്പൽ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ എൻസൈക്ലിക്കായിൽ മനോഹരമായൊരു ഭാഗമുണ്ട്. സമയക്കുറവ് കൊണ്ട് അതിൻ്റെ മലയാള ഭാഗം മാത്രം ഞാൻ വായിക്കാം. ദൈവബോധം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെയും അവൻ്റെ അന്തസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും അവബോധം നഷ്ടപ്പെടുന്ന പ്രവണതയുണ്ട്. അതാകട്ടെ ധാർമ്മിക നിയമത്തിൻ്റെ വ്യവസ്ഥാപിതമായ ലംഘനമാണ്. പ്രത്യേകിച്ച് മനുഷ്യജീവനോടും അതിൻ്റെ അന്തസ്സിനോടുമുള്ള ഗൗരവകാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ജീവനും രക്ഷാകരമായ സാന്നിധ്യവും തിരിച്ചറിയുവാനുള്ള കഴിവിൻ്റെ ഒരു തരം പുരോഗമനപരമായ അന്ധകാരത്തിന് അത് കാരണമാകുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ അവൻ തൻ്റെ സഹജീവിയെക്കുറിച്ച് പിന്നെ അവൻ ചിന്തിക്കാറില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ഈ യോനയുടെ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, നേതൃത്വം കൊടുക്കുന്നവർ, നയിക്കുന്നവർ, അത് അപ്പനും അമ്മയാണെങ്കിലും മതനേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വമാണെങ്കിലും നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമുണ്ട്. നടക്കേണ്ട വഴിയിലൂടെ നടന്ന് നടത്തേണ്ടവരെ നടത്തേണ്ടതുപോലെ നടത്താതെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന അപജയങ്ങൾ എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയാം. ഇന്ന് പ്രവാചക ശബ്ദം അനീതികൾക്കെതിരായി ശബ്ദിക്കാൻ പറയുമ്പോൾ പലപ്പോഴും മതനേതൃത്വത്തിന് അതിന് സാധിക്കാതെ വരുന്നത് ആ നീതിയുടെ ധാർമ്മിക ശക്തി ഇല്ലാതെ പോവുകയാണ്. പലപ്പോഴും യോനയ്ക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നിയോഗത്തിൽ നിന്ന് മാറാൻ കാരണം എന്താ? അവൻ ദൈവത്തിൻ്റെ വഴിയിൽ അല്ല ഉദ്ദേശിച്ചത്. അവനെ തന്നെ അവിടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ തങ്കക്കാസ ഡിയാഡോ ഡാവിഞ്ചിയുടെ ലാസപ്പറ ചിത്രം, അത് മിലാനിലെ സാന്റാ മരിയ ഡി ഡെല്ല എന്ന് പറയുന്ന ഒരു ചാപ്പലിൻ്റെ ഭിത്തിയിലാണ് ആദ്യം വരച്ചതെന്നാണ് പറയുന്നത്. ആ ചിത്രം കാണാനായിട്ട് മിലാനിലെ രാജകുമാരനും അതിൻ്റെ അനാച്ഛാദനത്തിന് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിന് അനാച്ഛാദനത്തിന് ആ ചിത്രം മനോഹരമായ അനേകം മാസങ്ങളെടുത്ത് വരച്ച് ആ ചിത്രം നോക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിലുള്ള ആ തങ്കക്കാസ,
ആ ചിത്രകാരൻ ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ കയ്യിലുണ്ടായിരുന്ന കറുത്ത പെയിൻറ് കൊണ്ട് ആ ചിത്രം നശിപ്പിച്ചു കളഞ്ഞു. രാജാവും അവിടെ നിന്നവരും അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചിത്രം വരച്ചത് ആ തങ്കക്കാസ കാണിക്കാനല്ല, അതിൻ്റെ പിന്നിൽ ലോകത്തിനു വേണ്ടി ജീവൻ കൊടുത്ത എൻ്റെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ. അത് കാണാൻ കഴിയാതെ വന്നപ്പോൾ ആ ചിത്രത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു. യോനയ്ക്ക് ദൈവത്തിൻ്റെ ഹിതം അവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയാതെ അവൻ വേറെ വഴിയിലൂടെ പോയെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും അഭിമാനവും നമ്മുടെ സ്വന്തം ചിന്തകളുമാകുന്ന തങ്കക്കാസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനങ്ങളിലും നമ്മുടെ സഭാജീവിതത്തിലും സാക്ഷ്യ ജീവിതത്തിലും പലപ്പോഴും അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നയിക്കേണ്ടവൻ നയിക്കേണ്ട വഴിയിലൂടെ നടക്കുകയും നയിക്കേണ്ടവരെ യഥാർത്ഥമായി നയിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് തിരിച്ചറിവോടെ ജീവിക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഒത്തിരി ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ 2.3% ഉള്ളൂ. എന്നാൽ എത്രമാത്രം മഹത്തായ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയ ഒരു സഭയാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മൂല്യച്യുതികൾ, മാതാപിതാക്കളുടെ മാതൃകാക്കുറവുകൾ. പണ്ട് തിരുവല്ലായിൽ താമസിച്ചുകൊണ്ടിരുന്ന കുറുപ്പ് സാറ് എൻ്റെ നാട്ടിൽ അധ്യാപകനാണ്. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ക്രൈസ്തവ കുടുംബങ്ങളാണ്. സന്ധ്യയായി കഴിയുമ്പോൾ ആ വീടുകളിൽ നടക്കുന്ന പാട്ടും പ്രാർത്ഥനയും അദ്ദേഹത്തിനറിയാം. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന കുറുപ്പ് സാറിനറിയാം. പഠിച്ചത് എവിടെ നിന്നാണെന്നറിയാമോ? താഴെയുള്ള ക്രിസ്തീയ കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥന കേട്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് മാതൃക കാണിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ അവരെ കൊണ്ടുപോയി ദൈവത്തെ കാണിച്ചു കൊടുത്ത് വഴി കാണിക്കേണ്ട മാതാപിതാക്കൾക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നുണ്ടോ? പുറത്തൊന്നും അന്വേഷിക്കേണ്ട, നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് പോകണ്ട, നമ്മളിൽ തുടങ്ങാം. ഈ അടുത്ത കാലത്ത് ഇപ്പം ഏത് കുടുംബത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഞായറാഴ്ചകളെന്ന് പറയുന്നത് എന്തിനുള്ളതാണെന്നറിയാമോ? കൊച്ചുങ്ങൾക്ക് കോച്ചിങ്ങിന്, അങ്ങനെ കോച്ചി ഒരു പരുവമായി പിള്ളേരും ഇന്നത്തെ ആധുനിക തലമുറയും. പണ്ടൊക്കെ ഞായറാഴ്ച ആരാധനയ്ക്കും ദൈവത്തോട് നന്ദി പറയാനും സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടാനുമായിട്ടാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിടും. ഈ അടുത്ത കാലത്ത് ഞാനൊരു സംഭവം വായിച്ചു. വെല്ലകാലത്ത് ഈ കൊച്ചിന് സൺഡേ സ്കൂളിൽ പോവുള്ളൂ. അവൻ ഒരു പാഠം പോലും തികച്ചു പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കൊച്ചിനോട് ഇവനോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നല്ല ശമരിയാക്കാരൻ്റെ കഥ ഒന്ന് പറയാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കൊച്ച് അവൻ കഥ പറയാൻ തുടങ്ങി. വളരെ കോൺഫിഡൻസ് ആയിട്ട് അവൻ പറയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് അവൻ എരീഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാർ അവനെ പിടിച്ചു. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് സൺഡേ സ്കൂളിലെ. അത് കഴിഞ്ഞ് കൊച്ചു പറയുകയാണ്, അവരവനെ കഷണമായിട്ട് നുറുക്കി. പിന്നെ അവൻ പറയുകയാണ്, ശേഷിച്ച അതിൽ ചിലത് വഴിയരികിൽ വീണു, ചിലർ പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു. ശേഷിച്ച കഷണങ്ങൾ 12 കൂട്ടം നിറച്ചെടുത്തു. എന്നിട്ടും തീർന്നില്ല. അതിലൊരു കൊട്ടയെടുത്ത് യൂദ 30 വെള്ളിക്കാശിന് അവൻ വിൽക്കുകയും ചെയ്തു. ഈ കൊച്ചു പോയ എല്ലാത്തിൻ്റെ അറ്റവും മുറിയും കിട്ടി. ഇതാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമായി ജീവിക്കുമ്പോൾ. ശരീരം വളർന്നാൽ പോരാ. പണ്ട് കടമറ്റം പള്ളി പെരുന്നാളിന് തല മാത്രം വളരുന്നൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. ശരീരം വളരാൻ ആഹാരം കൊടുക്കുന്നില്ലേ നിങ്ങൾ? മനസ്സിന് ഉല്ലാസം കൊടുക്കുന്നില്ലേ? അവൻ്റെ ആത്മീയ ഭക്ഷണം പ്രാർത്ഥനയും ദൈവഭയവും. ആ കുഞ്ഞിന് അത് പള്ളി പോടാന്ന് പറയുന്ന ഒരു കൊച്ചു നന്നായി വരില്ല എന്ന് പറഞ്ഞേ, വാടാമക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി സന്ധ്യയ്ക്ക് വിളിച്ചിരുത്ത് പ്രാർത്ഥിപ്പിക്കാൻ കഴിയുന്ന കുടുംബങ്ങൾ, മതനേതൃത്വങ്ങൾ. ഇന്ന് ഞങ്ങളെപ്പോലെയുള്ള, ഞാൻ ഒരു സ്വയവിമർശനമായിട്ട് പറയുകയാണ്, ജനം ഇന്ന് ആഗ്രഹിക്കുന്നത് ആത്മീയ പിതാക്കന്മാരെയാണ്. അവർക്ക് ഭൗതികമായ എല്ലാമുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല, ആത്മദാഹം. പക്ഷെ ഞങ്ങളൊക്കെ നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും മാനേജർമാരായി മാറുകയാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹത്തിനായി തലയിൽ കൈവച്ചൊന്ന് വരാൻ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഞാൻ സെമിനാരിയിൽ ചെമ്മാച്ചന്മാരോടൊക്കെ പറയും, 100 രൂപ ഒരുത്തിന് കൊടുക്കണമെങ്കിൽ അതെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ? അത് കിട്ടണമെങ്കിൽ എവിടെന്നാ? ആ മുകളിലേക്കുള്ള പൈപ്പിൻ്റെ കണക്ഷൻ. അതാണ് പ്രാർത്ഥനയും
ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ വഴികളിൽ നിന്ന് മാറാതെ ജീവിച്ച് അത് തൻ്റെ സഭയ്ക്ക് സമൂഹത്തിന് കൊടുക്കാൻ മറ്റുള്ളവർക്ക് നിയോഗിക്കപ്പെട്ട ആത്മീയ നേതൃത്വങ്ങളുടെ അപജയം അത് പലപ്പോഴും മറ്റുള്ളവരുടെ ദുരന്തങ്ങളിലേക്ക് മാറ്റുകയാണ്. രാഷ്ട്രീയ നേതൃത്വവും വിഭിന്നമല്ല. നമുക്കറിയാം, അധികാര ദുരുപയോഗവും. സേവിക്കാൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഒരു മിനിസ്റ്റർ സേവകനെന്ന. പക്ഷേ സേവന രംഗങ്ങൾ നമുക്ക് പല രീതിയിലുണ്ട്. നമ്മൾ മനുഷ്യരെ ശുശ്രൂഷിക്കുന്നതിന് പറയും. ആട്ടിൻ സൂപ്പാണെങ്കിൽ അത് സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സേവന രംഗങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരധികാര ദുർവിനിയോഗവും നിയോഗത്തിൽ നിന്നും പ്രതിബദ്ധതയിൽ നിന്നുമുള്ള വഴിതലനവും നടക്കുമ്പോൾ ദുരന്തങ്ങളാണ് സമ്മാനിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ദാവീദ് ആട്ടിടയെ ചെറുക്കിട ദൈവം വിളിച്ച് എന്തെല്ലാം കൃപ കൊടുത്ത് രാജാവാക്കി. അവൻ ആ വഴിയിൽ നിന്ന് മാറി സ്വാർത്ഥതയ്ക്ക് തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നൊരു പാവപ്പെട്ട മനുഷ്യനെ, അവൻ്റെ ഭാര്യയെ അവൻ അപഗ്രഹിച്ച് അവൻ എന്താ ചെയ്തത്? അവസാനം അവനെ ഇല്ലായ്മ ചെയ്യാൻ പടക്കുളത്തിലേക്ക് മുന്നിലേക്ക് വിട്ട് കൊല്ലാൻ നോക്കി. ആ കുടുംബം തന്നെ പതിറ്റാണ്ടുകളായി ശുശ്രൂഷിച്ച് ഊരിയാവിൻ്റെ കുടുംബം കുളം തോണ്ടി. ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചത് എന്താ? ഇങ്ങനെ 100 അത് ഭരിക്കുന്നവരാണെങ്കിലും മതത്തിലുള്ളവരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ വഴിവിട്ട ജീവിതം മറ്റുള്ളവരുടെ ആ നാശത്തിന് കാരണമായി തീരുന്നതായ അനുഭവങ്ങൾ നമുക്ക് പാഠമാകേണ്ടതാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. രണ്ടാമത് ഇതിനോട് ചേർന്ന് തന്നെ കോവിഡ് കാലത്ത് എന്തുകൊണ്ടാണ് ദൈവമേ നിരപരാധികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നീതിമാനായൊരു ദൈവം ഉണ്ടെങ്കിൽ വല്ലവനും ചെയ്തതിന് ഞങ്ങൾ എന്തിനു അനുഭവിക്കണം? തിയോഡിസി പ്രോബ്ലം എന്ന് ദൈവശാസ്ത്രത്തിൽ ഇതിന് പറയും. നീതിമാനായൊരു ദൈവമുണ്ടെങ്കിൽ നിരപരാധികൾ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു? പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാപത്തിൻ്റെ കളക്റ്റീവ് നേച്ചറാണ്, രക്ഷയുടെയും കളക്റ്റീവ് നേച്ചർ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏകൻ്റെ പാപം മൂലം സകലരും പാപികളായി തീർന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ സകലരും നീതീകരിക്കപ്പെട്ടു. ആദമിൻ്റെ പാപം മനുഷ്യകുലത്തെ പാപിയാക്കിയെങ്കിൽ കർത്താവിൻ്റെ രക്ഷാകരമായ അനുസരണവും കഷ്ടാനുഭവവും സകല മനുഷ്യനും രക്ഷ നൽകി. ആ കളക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് സമൂഹത്തിൽ നമ്മളെ ആരെയും ഐലൻഡായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തോടും മറ്റു മനുഷ്യനോടും സമൂഹത്തോടും പ്രകൃതിയോടും ചേർന്ന് ജീവിക്കാനുള്ള ആ നിയോഗമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആവർത്തിച്ച് ഒരു സ്ത്രീ, അതും ചൈനീസ് ഒരു ശാസ്ത്രജ്ഞതയാണ് തോന്നുന്നു, പുള്ളിക്കാർ ശാസ്ത്രജ്ഞ, അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, ഈ COVID-19 കൊറോണ വൈറസ് വുഹാനിലെ ലാബിൽ നിന്ന് അവിടെ നിന്നാണത് ഇറങ്ങിയതെന്നും അതൊരു ബയോ വെപ്പൺ. എന്താ ബയോ വെപ്പൺ? ആറ്റം ബോംബിട്ട് നശിപ്പിക്കിടത്ത് ഇന്ന് ബയോ വെപ്പണാണെന്ന് പലരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കാണൂല. ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ ഒരു സ്ഥലത്ത് തുറന്നു വിട്ട് അത് സത്യമാണെങ്കിൽ, ഇതുപോലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ദുഷ്ടതയിലൂടെ അനുഭവിക്കേണ്ട കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരുത്തൻ, അവൻ മദ്യപിച്ച് അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന നിരപരാധികൾ അനുഭവിക്കുന്ന അവസ്ഥ ഇത് തന്നെയാണ്. നന്മയാണെങ്കിലോ, ഇന്ന് വാക്സിൻ കണ്ടുപിടിച്ച് എത്ര രാത്രികളും പകലുകളും കുറേ ആളുകൾ ഉറക്കമളച്ചിരുന്ന് അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിച്ച് അവർക്ക് മാത്രമല്ല, അതിൻ്റെ നന്മ അനുഭവിക്കുന്നതും ലോകം മുഴുവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ക്ലോറോഫോം കണ്ടുപിടിച്ച ജെയിംസ് സിപ്സൺ. ഇന്ന് നമ്മളൊക്കെ ഇന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേദനയില്ലാതെ, അതുവരെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഈ പച്ചയിറച്ചിയിൽ ഒരു ഇതും ഇല്ലാണ്ടായിരുന്നു അതുവരെ ഇത് സർജറിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരാൾ പോലും ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനൊന്ന് പരീക്ഷണത്തിന് വിധേയനാൻ ആരും സമ്മതമല്ലായിരുന്നു. ജെയിംസ് സിപ്സൺ എന്ന് പറയുന്ന അദ്ദേഹം എന്താ ചെയ്തത്? സ്വന്തം കാല് തല്ലിയൊടിച്ച് എന്നിട്ടാണ് ഇതിൻ്റെ പരീക്ഷണം നടത്തിയത്. അതാണ് ഇന്ന് കോടാനുകോടികൾക്ക് എത്ര വർഷങ്ങളായി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപമാണെങ്കിൽ ഒരുത്തൻ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക്, അതുകൊണ്ടാണ് തലമുറകളിലേക്ക് വരെ അത് പകർന്നു പോകുന്നുവെന്ന് പറയുന്നത്. അത് നന്മയാണെങ്കിലോ ആ നന്മയുടെ ആ അനുഭവം തലമുറകളിലേക്കും പകർന്നു കിട്ടുമെന്ന് പറയുന്നത് കൊണ്ടാണ്. യോനായുടെ വഴിവിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ളതായ ജീവിതം ആ കപ്പലുള്ള മറ്റുള്ളവരുടെ നാശത്തിന് മുഖാന്തരമായി. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറ്റു പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്ന യോന, ദൈവത്തോട് അകന്നു പോകുന്ന ആ മനുഷ്യനോട്
ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുന്ന പ്രകൃതിക്ക് സഹകരിക്കാൻ കഴിയില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിക്ക് ദൈവത്തിൽ നിന്നകന്ന മനുഷ്യനോട് സഹകരിക്കാൻ സാധിക്കില്ല. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യൻ സൃഷ്ടിച്ചുവെന്ന് ദൈവവചനം പറയുമ്പോൾ, ദൈവത്തോട് ചേർന്ന് പ്രകൃതിയെ സംരക്ഷിച്ച് അതിനെ പരിപാലിക്കേണ്ട മനുഷ്യനിന്ന് അവൻ ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, അവൻ്റെ ആ പരിണിത ഫലം ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും പ്രകൃതി പ്രതികരിക്കുകയാണ്. ദൈവം കൊടുക്കുന്ന ശിക്ഷയല്ല, പ്രകൃതി തന്നെ പ്രതികരിക്കുകയാണ്. മുള്ളും പറക്കാരെയും അവിടെ നിന്ന് മുളയ്ക്കാൻ തുടങ്ങുന്നു. എന്തിനാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് മനുഷ്യൻ ദുഷ്ടത കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രകൃതി പ്രതികരിച്ചതെന്താണ്? ദേശം മുഴുവനും അന്ധകാരമുണ്ടായി, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി. ദുഃഖവെള്ളിയാഴ്ചത്തെ മനോഹരമായൊരു പ്രമേയോത്സവമുണ്ട്. തൻ്റെ നാഥൻ്റെ നഗ്നത ദർശിക്കാതെ സൂര്യൻ തൻ്റെ കിരണങ്ങളെ മറച്ചു കളഞ്ഞു. പ്രകൃതിക്ക് പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യൻ അകന്ന് മനുഷ്യൻ പാപ വഴിയിലൂടെ പോകുമ്പോൾ ദൈവം പ്രകൃതിയെ വിളിക്കുക. യെശയ്യാ പ്രവചനം, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മറുതലിക്കുന്നു. കാരണം സൃഷ്ടി നടത്തിയപ്പോൾ സാക്ഷ്യം വഹിച്ചത് ആകാശവും ഭൂമിയും. ആ സാക്ഷികളെയാണ് വിളിക്കുന്നത്. തമ്പുരാൻ വിളിക്കുമ്പോൾ അനുസരിക്കുന്നത് അവരാ. ഇവിടെ യോനായുടെ ഈ സംഭവത്തിൽ ആ കാറ്റ് വരുന്നു, പ്രകൃതി ശക്തി വരുന്നു, സമുദ്രത്തിലെ ജലം, നിയോഗിക്കപ്പെടുന്ന മത്സ്യം, അവന് തണൽ കൊടുക്കാൻ നിയോഗിക്കുന്ന ആ അവണക്ക് മരം, പ്രകൃതിയിലെ ഓരോന്നും ദൈവത്തിന് വിരോധമായിട്ട് ഇതുവരെയും ആകപ്പാട് തമ്പുരാൻ സൃഷ്ടിച്ചതിൽ അനുഭവിച്ചത് ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മാത്രമേ ഉള്ളൂ. വേദപുസ്തകം പറയുന്നതാണ്. വേറെ ഒന്നും ഇതുവരെയും തമ്പുരാനെതിരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവസ്തുതികൾ കൊണ്ട് പ്രകൃതി നിൽക്കുന്നത് കൊണ്ടാണ് യാക്കോബിൻ്റെ തക്സയിൽ, ആദ്യത്തെ നമ്മുടെ വിശുദ്ധ യാക്കോബിൻ്റെ തക്സയിൽ മനോഹരമായൊരു ഭാഗമുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ യെരൂശലേമിൽ പഴുതിരിപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, യേശവോസന്മാർ, ശുൽത്തോനന്മാർ, മൗത്ബേന്മാർ, മോറോവോസന്മാർ, ഹൈലേന്മാർ, അനേക കണ്ണുകളുള്ള ക്രൂബേന്മാർ, കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് കാദീശു പാടുന്നവരായ 6 ചിറകുള്ള ശ്രോപ്പന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ, മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. നമ്മുടെ പിതാക്കന്മാർ ഈ പ്രപഞ്ചം ദൈവത്തെ സ്തുതിക്കുന്നത്, മനുഷ്യനൊഴികെയുള്ളതായ മറ്റ് ജീവജാലങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നത് അത് കാണിച്ചു തരികയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നാൽ പ്രകൃതി താളം തെറ്റും, പ്രതികരിക്കും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ഇക്കോളജിക്കൽ ക്രൈസിസ്, ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെ മനുഷ്യനിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ മലേഷ്യയിൽ ആ കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ചപ്പോഴാണ് അവിടുത്തെ വവ്വലുകൾ കൂട്ടമായിട്ട് ആ പട്ടണത്തിലേക്ക് ഇറങ്ങി നിപ്പ തുടങ്ങിയതെന്നാണ് പറയുന്നത്. മനുഷ്യൻ ഇന്ന് കൈവയ്ക്കാത്ത അവൻ്റെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുവാനുമുള്ള പ്രകൃതിയെ അവൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അത് സെക്കൻഡ് വത്തിക്കാൻ്റെ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം മാറ്റപ്പെടുമ്പോൾ പ്രകൃതി ഫ്രം ബീയിങ് മറ്റേർ ഈസ് now reduced to being matter and is subjected to every kind of manipulation. ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം മാറ്റപ്പെടുമ്പോൾ പ്രകൃതി അമ്മ, മറ്റേർ എന്ന് പറഞ്ഞാൽ അമ്മയെന്നാണ്, അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്നു. അങ്ങനെ എല്ലാവിധമായ ചൂഷണങ്ങൾക്കും വിധേയമായി മാറ്റപ്പെടുന്നു. ഈ അടുത്ത നാളിൽ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് ഇങ്ങനെയായിരുന്നു: Eat as much as you can, your grandson will pay. നിനക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, നീ ഒറ്റ പൈസ മുടക്കണ്ട, നിൻ്റെ കൊച്ചുമകൻ പൈസ കൊടുത്തോളും. ഒരു ചെറുപ്പക്കാരൻ, അവന് 10-25 വയസ്സേ ഉള്ളൂ. അവൻ്റെ കൊച്ചുമകൻ ഉണ്ടാവണം ഇനി കാലത്ര കഴിയണം. പുള്ളി കയറി വയറ് നിറച്ച് ശാപ്പാടടിച്ചു, നല്ല ഏറ്റവും നല്ല മെനു നോക്കി. അവസാനം കൈയൊക്കെ കഴുകി നന്ദിയും പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവൻ്റെ കയ്യിലേക്ക് സപ്ലയർ ഒരു ബില്ല് കൊടുത്തു. ഇവൻ പ്രതീക്ഷിച്ചത്, അവൻ കഴിച്ചതിൻ്റെ ഒരു പകുതി പോലുമില്ല, ആ ബില്ല് കൊടുത്തു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ബോർഡ് എന്താ?
ഈറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ, യുവർ ഗ്രാൻഡ് സൺ വിൽ പേ. എൻ്റെ കൊച്ചുമോൻ പേ. ശരി, നിങ്ങൾ കഴിച്ചതിൻ്റെ ബില്ലല്ല, നിങ്ങളുടെ വല്യപ്പച്ചൻ ഗ്രാൻഡ് ഫാദർ കഴിച്ചതിൻ്റെ ബില്ലാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നേക്കണേ. നമ്മുടെ പൂർവികന്മാരന്ന് ചെയ്തതിൻ്റെ നന്മകളാണെങ്കിലും തിന്മകളാനും ഈ പ്രപഞ്ചമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ അനുഭവിക്കുന്ന നന്മകൾ വരും തലമുറയ്ക്ക് കൊടുക്കാൻ എൻ്റെ ഗ്രാൻഡ് സൺ, ആ വരും തലമുറയ്ക്ക് ഈ പരിസ്ഥിതിയിൽ ഈ പ്രകൃതിയിൽ ഞാൻ എന്തു വച്ചേക്കുന്നു? അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കട്ടെ. അവസാനം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ, അവന് തന്നെ നാശം, അപ്രതീക്ഷിതമായ നാശങ്ങൾ. അവൻ കടന്നു ചെല്ലുന്നിടത്ത് മറ്റുള്ളവർക്കും അവൻ നാശം വിതയ്ക്കുന്നു. പ്രകൃതി പോലും അവനോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ പ്രതികൂലമായി പ്രതികരിക്കുന്ന അനുഭവങ്ങളിലൂടെ യോനയുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുമ്പോൾ അവസാനം വഴിതെറ്റിപ്പോകുന്നവനെ, അതാണ് ആ തുടങ്ങിയ വേദവാക്യം, വഴിതെറ്റിപ്പോകുന്നവനെ, അകന്നു പോകുന്നവനെ കരുണയോടെ തേടി വന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വിളിച്ചെടുപ്പിച്ച് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. യോനയ്ക്ക് മനസ്സിലാകാതെ പോയത് അതായിരുന്നു. അതാണ് ഇവിടെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും, നമുക്ക് തരുന്ന സന്ദേശവും അതുതന്നെയാണ്. വഴിതെറ്റിപ്പോകുന്നവനെ കരുണയോടെ പിന്തുടർന്ന് മാനസാന്തരത്തിൻ്റെയും രക്ഷയുടെയും വഴിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലും യോനായുടെ പുസ്തകത്തിലും പറഞ്ഞ കാര്യങ്ങൾ, കരുണയുള്ള ദൈവമാണ്, കമ്പാഷനേറ്റ് ആൻഡ് മെർസിഫുൾ ഗാഡ്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മുടെ കർത്താവിൽ നാം കണ്ടത്. ആ കരുണ എന്താണെന്ന് കാണിച്ചു തന്ന പാപിയോട്, സമൂഹം പുറന്തള്ളിയവനോട് കരുണ കാണിച്ച തമ്പുരാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി, ഈ കരുണ എന്ന് പറയുന്നതിൻ്റെ എബ്രായ പദം റഹാമീം എന്നാണ്. റഹാമീം, അതിന് റഹേം എന്ന് പറയുന്ന ആ പദത്തിൽ നിന്ന്, റഹേം എന്ന് പറയുന്ന വാക്ക് നമ്മൾ സുറിയാനി ഭാഷയിൽ റഹമേ, നമ്മുടെ സ്തുതിയും സ്തോത്രവും നാം എല്ലാവരും കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണമെന്നുള്ള പ്രാർത്ഥന, സലെക്കൂലാൻ റഹമേ വഹനോനോ മിൻ മൊറിയോ നബി എന്നാണ് അത് സുറിയാനി ഭാഷയിൽ. റഹേം അല്ലെങ്കിൽ റഹമോ അല്ലെങ്കിൽ റഹമേ റഹാമീം, ആ വാക്കിൻ്റെ മൂലാർത്ഥം എന്താണെന്നറിയാമോ? ഗർഭപാത്രം. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കരുണയുടെ ഗർഭപാത്രത്തേക്കാൾ വലിയ ഒരു ഉദാഹരണം എന്താ ഉള്ളേ? ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും കരുണയും ആ കരുതലും, അതാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കൊച്ച് ചിലപ്പോൾ ഊടുപാടെ ചവിട്ടും. അപ്പം അമ്മ ചിന്തിക്കാറില്ല, ഇവൻ പുറത്തേക്ക് ഇഞ്ഞ് വരട്ടെ 4 എണ്ണം വെച്ച് കൊടുക്കാമെന്ന് ചിന്തിക്കാറില്ല. വഴിവിട്ടു പോയവൻ, മാറിപ്പോകുന്നവൻ അവനെ ഓർത്ത് ചങ്ക് പൊട്ടി കരയുകയാണ്, അവനെ അന്വേഷിച്ച് പുറകെ ചെല്ലുകയാണ്. ആ അമ്മയുടെ സ്നേഹം മനുഷ്യനിലൂടെ നമ്മൾ കാണുമ്പോൾ തൻ്റെ സൃഷ്ടിയെ കരുതി നശിക്കാതെ. അതുകൊണ്ടാണ് യോനയുടെ പുസ്തകത്തിൽ ടച്ചിങ് ആയൊരു ഭാഗമുണ്ട് അവസാന ഭാഗത്ത്. ഇടം കൈയും വലം കൈയും അറിയാത്ത 1,20,000 നീ നട്ട ഈ നടാത്ത വെള്ളമൊഴിക്കാത്ത ഈ ചെടി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നിനക്ക് സങ്കടം തോന്നിയില്ലോ? ഇടം കൈയും വലം കൈയും അറിയാത്ത 1,20,000 പരം ആളുകൾ, എൻ്റെ മക്കൾ നശിക്കുന്നത് എനിക്കെങ്ങനെ സഹിക്കാൻ കഴിയും? ദൈവം ചോദിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ നിയോഗത്തിൽ നിന്ന് മാറി വേറെ വഴിയിലൂടെ നാശത്തിലേക്ക് നീങ്ങിയ യോനായെ കരുണയോടെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ സ്നേഹം അവനെ ഒരു മത്സ്യത്തെ ഒരുക്കിക്കൊടുത്ത് അവനെയും കൈവിട്ടില്ല, അവനെയും ചേർത്ത് നിർത്തി. മാത്രമല്ല, എനിക്ക് ഏറ്റവും അതിനകത്ത് ഞാൻ കരഞ്ഞുപോയൊരു ഒരു വാക്യമാണ്, ഇവൻ എന്നിട്ട് ഇവരെ നശിക്കുക എന്നാ ദൈവം ചെയ്യാൻ പോകണമെന്നറിയാൻ അവിടെ മലയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ഈ പട്ടണം നശിപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടി തോന്നിക്കുക. ആകപ്പാട് നിരാശപ്പെട്ട് ഞാൻ ചത്താ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ തമ്പുരാൻ തോന്നി, അവനോട് ദയ തോന്നി, തമ്പുരാൻ അവനെ ആശ്വസിപ്പിക്കുന്നതായ ഒരു ഭാഗം കൂടെ അവിടെയുണ്ട്. ആ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് യോനയോട് അവനോട് കരുണ തോന്നുന്ന ഒരു ദൈവം, അവനെ ഒരു കുഞ്ഞിനെ പോലെ അവനെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിനുവയുടെ അനുഭവവും സമ്പത്ത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ക്രൂരതയും എന്ത്
തിന്മയുമാകാമെന്ന് ചിന്തിച്ച് മാറി നടന്ന ജനത്തെ നശിപ്പിക്കാതിരുന്ന, ഒറ്റ വാക്കിൽ മലമ്പുഴയിലെ കൊച്ചിനേക്കും വരാം. അവൻ പോന്ന പോക്ക് 1000 മീറ്ററിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. ആ ഒരു തൊട്ടിലെന്ന പോലെയാണ്. ആ പാറയിടക്ക് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റൂല. അവനവിടെ ഇരുന്നത് ഏത് നിമിഷവും താഴെ പോരാ, ഒന്നിൽ നിന്ന് വീണ്ടും അടുത്തയിലേക്ക് പോന്നു. ആ കരങ്ങളിൽ താങ്ങി നിർത്തിയത് ഈ അടുത്ത നാളിലൊരു ദൃഷ്ടാന്തമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ മനുഷ്യനെ തേടി വരുന്ന തകർച്ചയുടെയും നമ്മുടെ നാശത്തിൻ്റെയും മധ്യത്തിൽ ഇതെൻ്റെ പാപം മുഖാന്തരമാണെന്ന് മാത്രം അല്ല, ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് മാത്രമല്ല, പാപം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ ദുരന്തങ്ങളും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമ്മെ നശിപ്പിക്കാതെ കരുതലോടെ കരുണയോടെ തേടി വരുന്ന ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രത്യാശയോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന 10 വയസ്സുള്ള ഒരു കൊച്ച്, അവൻ അവിടുത്തെ ടെർമിനൽ വാർഡിൽ കിടക്കുകയാണ്. മരണത്തിന് ഏത് നിമിഷവും മരിക്കാം. അവൻ മരിക്കുമെന്നുള്ളത് ഉറപ്പായി. അവൻ്റെ അച്ഛൻ, ആ മനുഷ്യൻ രാമൻകുട്ടി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അദ്ദേഹത്തിനകത്ത് കയറാൻ പാടില്ല. ഈ കൊച്ചിന് വേദന കുറയാനുള്ള സകല മരുന്നും കൊടുത്തു, ഉറങ്ങാനുള്ള സകല മരുന്നും കൊടുത്തിട്ട് അവന് ഉറങ്ങാൻ പറ്റണില്ല. ഈ കൊച്ചു കിടന്ന് പൊളയുകയാണ്, വേദന കൊണ്ടും ഉറങ്ങാതെ കിടന്ന് പൊളയുകയാണ് രാത്രി. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് ചെല്ലാൻ പറ്റില്ല, അവരനുവദിക്കില്ല അതിനകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ കുഞ്ഞ് എല്ലാ ദിവസവും ഉറങ്ങുന്നത് എൻ്റെ നെഞ്ചിൽ തലവെച്ചാണ്. അവനോട് ഡോക്ടർ പറയണം, ഈ ഭിത്തിയുടെ അപ്പുറത്ത്, അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഭിത്തിയുടെ മറുവശത്ത് ഞാൻ ചേർന്നിരിക്കുന്നുണ്ടെന്ന് അവനോട് പറയണം. ആ ഡോക്ടർ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നിൻ്റെ അച്ഛൻ ആ ഭിത്തിയുടെ അപ്പുറത്തുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവർ രാവിലെ നോക്കുമ്പോൾ ആ ഭിത്തിയിൽ ഒരു പല്ലിയെ പോലെ കൈ ചേർത്ത് പിടിച്ച് സ്വസ്ഥമായി ഉറങ്ങുന്ന ആ കുഞ്ഞിനെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പാപജീവിതത്തിലേക്ക് നാശത്തിലേക്ക് വഴുതിപ്പോയ മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് കരുണ കാണിക്കുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ, പാപജീവിതത്തോട് യാത്ര പറഞ്ഞ് എൻ്റെ ജീവിതം ദൈവമേ, എൻ്റെ നിയോഗം നിൻ്റെ വഴിയിലൂടെ നടക്കാൻ, നിൻ്റെ വഴിയിലൂടെ നടത്താൻ, നിൻ്റെ രക്ഷയിലേക്ക് പങ്കുചേരാനാണെന്ന് അനുതാപഹൃദയത്തോടെ അടുത്ത് ചെല്ലാൻ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം.